ഇന്ന് കൊല്ലം ജില്ലയിലുള്ള മുഴുവൻ ഡ്രൈവർമാർക്കും ട്രാക്കിനെ പറ്റി അറിയാം. അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്കൂളുകളിൽ അപകടം കുറയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവബോധം നടത്താൻ ട്രാക്കിന് കഴിഞ്ഞിട്ടുണ്ട്. ട്രാക്ക് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്വാഗതം പറഞ്ഞ ശ്രീ ഷാനവാസ് സൂചിപ്പിച്ചതുപോലെ അതായത് പത്തനംതിട്ട മുതൽ പമ്പ വരെ ഉള്ള സൈൻ ബോർഡ് ക്ലീൻ ചെയ്ത ഒരു വലിയ പരിപാടി ട്രാക്ക് ഏറ്റെടുത്ത് ആ പരിപാടി നമ്മുടെ മന്ത്രിമാരും പോലീസ് മേധാവികളും ഒക്കെ പ്രശംസിച്ചിട്ടുള്ളതുമാണ്. തീർച്ചയായിട്ടും ഈ പരിപാടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വോളണ്ടിയേഴ്സിൻ്റെയും പൊതുജനത്തിൻ്റെയും ഒക്കെ സഹകരണം ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പരിപാടി ഇന്നിവിടെ കമ്മീഷണർ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എത്താൻ പറ്റിയില്ല. നാളെ കമ്മീഷണർ ഇവിടെ വന്ന് വീണ്ടും ഇതിൻ്റെ ചുക്കുകാപ്പി വിതരണം നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരു പരിപാടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മുടെ ഈ പരിപാടി ഓരോ വർഷവും വളരെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. ട്രാക്കിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ചുക്കുകാപ്പി വിതരണം. ആ പരിപാടി അതായത് ഡിസംബർ 1 മുതൽ 31 ദിവസം വരെയും കണ്ടിന്യൂ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല. മുമ്പൊക്കെ അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസവും മുടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും ഈ പരിപാടി ഒരു വലിയ വിജയമാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നന്ദി. ആമുഖ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ട്രാക്കിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ആർ ശരചന്ദ്രൻ RTO ജോയിൻ്റ് RTO ക്ഷണിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും വാഹനാപകടത്തിൽപ്പെട്ട് രക്തം വാർന്ന് മരണമടയരുത്. അവരെ ശരിയായ രീതിയിൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് വോളണ്ടിയർമാരെ സജ്ജമാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് 2014 ഓഗസ്റ്റ് മാസം കൊല്ലം ജില്ലയിൽ ട്രാക്ക് എന്ന പേരിൽ ഈ സൊസൈറ്റി രൂപീകൃതമാകുന്നത്. അന്ന് ഞാൻ കൊല്ലത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. ഇതിൻ്റെ തുടക്കകാലത്തെ സെക്രട്ടറി കൂടിയാണ്. അന്ന് കൊല്ലം RTO ആയിരുന്ന സാമുവൽ സാറായിരുന്നു ഇതിൻ്റെ പ്രസിഡൻറ്റ്. സത്യത്തിൽ ഒരു ട്രെയിനിങ് മാത്രം നൽകി വിടുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്നുവെങ്കിലും ഇതോടൊപ്പം ചേർന്ന് നിന്ന് നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് മോട്ടോർ വാഹന വകുപ്പ് നേതൃത്വം നൽകുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളായ പോലീസ്, അതേ കണക്ക് തന്നെ ഫയർഫോഴ്സ്, എക്സൈസ്, പിന്നെ അതോടൊപ്പം പൊതുജനങ്ങളും അകത്ത് വന്ന ഭരണ സമിതിയിലുള്ള ആൾക്കാർ അവർക്ക് ഈ ട്രെയിനിങ് മാത്രം പോരാ, വാഹന അപകടങ്ങൾ കുറയ്ക്കുവാനായിട്ടുള്ള ഓരോ പ്രോഗ്രാമുകളും ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ മറ്റ് റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളിലും കൂടെ ട്രാക്ക് ഏർപ്പെടാൻ തുടങ്ങിയത്. ചുക്കുകാപ്പി തുടങ്ങുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒരു നിമിത്തമുണ്ട്. ആ നിമിത്തം ഒരു നല്ല നിമിത്തമായിരുന്നില്ല. കാരണം 2014 ഓഗസ്റ്റിലാണ് ട്രാക്ക് രൂപീകൃതമാകുന്നത്. 2014 ഡിസംബർ മാസം നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഡിസംബർ മാസം 31-ാം തീയതി TKM കോളേജിലെ 6 കുട്ടികൾ ന്യൂ ഇയർ ആഘോഷിച്ച് വർക്കല പോയി തിരിച്ചു വരുന്ന വഴി ശീമാട്ടിയിൽ JSM ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വെച്ചൊരു ടാങ്കറുമായിട്ട് കൂട്ടിയിടിച്ച് അതിദാരുണമാം വിധം 6 കുട്ടികൾ മരണമടയുകയാണ്. അതിൽ 4 കുട്ടികൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസാണ്, 2 കുട്ടികൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസുമാണ്. സത്യത്തിൽ അന്നാണ് ട്രാക്ക് ചിന്തിക്കുന്നത് എന്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോ മാസത്തെയും കണക്കുകൾ നമ്മൾ പരിശോധിച്ചു. ഓരോ മാസവും അപകടത്തിൽ മരണമടയുന്നവരുടെയും അപകടങ്ങളുടെ എണ്ണവും പരിശോധിച്ചപ്പോൾ ഡിസംബർ മാസമാണ് ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നതും ആളുകൾ വാഹനാപകടത്തിൽ മരണമടയുന്നതും. അതും രാത്രികാലങ്ങളിലെ അപകടത്തിലാണ് ഏറ്റവും കൂടുതൽ. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ അന്ന് രാത്രികാലങ്ങളിൽ മാത്രം അപകടങ്ങളിൽ ഏതാണ്ട് 9-10 പേരാണ് ആ ഒരു മാസത്തിൽ മരണമടയുന്നത്. രാത്രികാലങ്ങളിൽ മാത്രം കൊല്ലത്തെ കണക്കാണ് അന്നത്തെ. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? അടുത്ത കൊല്ലം തൊട്ട് ട്രാക്ക് ഈ ഒരു അപകടത്തിൻ്റെ കാരണങ്ങൾ ഏകദേശം മനസ്സിലാവുകയും രാത്രികാല ഡ്രൈവർമാർക്ക്
ചുക്ക് കാപ്പി നൽകി നമുക്ക് ഒരു തരത്തിൽ ഒരു ചെറിയൊരു പരിഹാരമെങ്കിലും കാണാൻ സാധിക്കുമെന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2015 ഡിസംബർ മാസം 1-ാം തീയതി മുതൽ ചുക്ക് കാപ്പി ആരംഭിക്കുന്നത്. ഇത് ആരംഭിക്കുമ്പോഴുള്ള രസകരമായ കാര്യമെന്ന് പറഞ്ഞാൽ ട്രാക്കിൻ്റെ ശൈശവ ദശയാണ്. എല്ലാ ദിവസവും രാത്രി നിൽക്കണം ആൾക്കാർ കാപ്പി കൊടുക്കാൻ. രാത്രി 11-12 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് ചിലപ്പോൾ 3-4 മണി വരെ കൊടുക്കേണ്ടി വരും. അതൊരു നല്ല റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ആൾക്കാരും ഒരു ദിവസം രാത്രി 7-8 പേര് നിൽക്കുകയാണെങ്കിൽ ആ 7-8 പേര് തന്നെ അടുത്ത ദിവസവും രാത്രി നിൽക്കും. അങ്ങനെയാണ് ആദ്യത്തെ കൊല്ലം നമ്മൾ ചുക്ക് കാപ്പി വളരെ വിജയകരമായിട്ട് ഡിസംബർ മാസം പൂർത്തീകരിച്ചത്. കണക്കുകളുടെ കാര്യം, വാഹനാപകടങ്ങളുടെ കാര്യം പരിശോധിച്ചപ്പോൾ വളരെ കുറവ് അതിനകത്ത് കാണുവാൻ സാധിച്ചു. അതുതന്നെയായിരുന്നു വരും വർഷങ്ങളിലും പിന്നീടുള്ള വർഷങ്ങളിലും ഇതൊരിക്കലും നമുക്ക് നിർത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കാതാവുകയും ഓരോ വർഷം കഴിയുമ്പോഴും വോളണ്ടിയർമാർ വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ പ്രചോദനപരമായിട്ട് ട്രാക്കിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തത്. കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ പ്രദീപ് കുമാറിനെ ക്ഷണിക്കുന്നു. ഡാനിയിലുണ്ട്, ഇവരൊക്കെ നേതൃത്വം നടത്തിയ ആ പ്രോഗ്രാമിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഒരു പേര് പറയാം, എല്ലാവരും ഉണ്ട്. ആ പ്രോഗ്രാമിൽ ഒരാളെ അതിന് കുറച്ച് ദിവസത്തിനകം തന്നെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ പ്രവർത്തനങ്ങളടക്കം SBI നമ്മൾ എപ്പോഴും നമ്മൾ സപ്പോർട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് റോട്ടറി ക്ലബ്ബ്. റോട്ടറി ഇപ്പം ഞാൻ മാഡമായിട്ട് ടീച്ചറുമായിട്ട് സംസാരിക്കുകയായിരുന്നു. കോവിഡ് കാലത്ത് ICU ആംബുലൻസുകൾ 2.5 കോടി രൂപ ചിലവഴിച്ചാണ് നമ്മളെ ജില്ലയിൽ മൊത്തം കൊടുത്തത്. അതുകൂടാതെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നതാണ് പോളിയോ വാക്സിൻ്റെ മുഴുവൻ എക്സ്പെൻസും ലോകം മുഴുവൻ വഹിക്കുന്നത് റോട്ടറി ക്ലബ്ബാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ സ്ഥാപനങ്ങളും ലോകത്തും ഇന്ത്യയിലും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും നാട്ടിലും എല്ലാം എല്ലാ ജനക്ഷേമ പ്രവർത്തനങ്ങളിലും ഇത്തരം ഏജൻസികളോടൊപ്പം നിൽക്കുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ്. നമുക്ക് SBI റോട്ടറി മാത്രമല്ലേ ഉള്ളൂ അല്ലേ? പിന്നെ സാമ്പത്തിക ട്രസ്റ്റ്, അതോടൊപ്പം തന്നെ മെഡിസിറ്റി ഉണ്ട്, മറ്റ് സ്ഥാപനങ്ങൾ ഇതിനോടൊപ്പം. ഞാൻ പറഞ്ഞത് ട്രാക്കിൻ്റെ വോളണ്ടിയേഴ്സിൻ്റെ ആ സപ്പോർട്ട് ചെയ്യുന്ന ശക്തമായ കരങ്ങൾ അത് CSR ഫണ്ട് ഉപയോഗിച്ച് SBI ആയാലും റോട്ടറി സ്വന്തം ഫണ്ട് ഉപയോഗിച്ചും എല്ലാം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇന്നിവിടെ നിൽക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ 5 പേര്, പാലക്കാട് ജില്ലക്കാരായ 5 പേരെ ഒരു ലോറി, ചെറിയ 2 കുട്ടികളടക്കം, നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം രാവിലെ പത്രത്തിൽ കണ്ടത് അല്ലേ? ചെറിയ കുട്ടികളടക്കം 4-5 പേര് റോഡിൽ കിടന്ന് ഉറങ്ങിയവരെയാണ് ഒരു ലോറിയിൽ ഉറങ്ങിപ്പോയ ഒരാൾ അവരെ പുറത്തുകൂടെ കയറിയിട്ട്, ഞാൻ ആദ്യം വിചാരിച്ച് കേരളത്തിലെ എല്ലാ വാർത്തയൊക്കെ ഇവിടുന്ന് ചോദിച്ചു. കാരണം നേരത്തെ പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ കേട്ടിട്ടുണ്ട്. ആ ഉറങ്ങിക്കിടക്കുന്നവരുടെ പുറത്തുകൂടി ആ ലോറി കയറിപ്പോയി ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും മരിച്ച് ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചുക്ക് കാപ്പി കൊടുക്കുന്ന അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നാം നോക്കിക്കാണുള്ളത്. അപ്പോൾ എത്ര പേരുടെ ജീവനാണ് നമ്മൾ അറിയാതെ രക്ഷിക്കുന്നത്? ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റാതെ നടക്കാതെ പോകുന്ന അപകടങ്ങൾക്ക് കണക്കില്ലല്ലോ. നടക്കാതെ പോകുന്ന അപകടങ്ങൾക്ക് നമുക്ക് കണക്കെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എത്ര പേരുടെ ജീവനാണ് ഇതുമൂലം രക്ഷിക്കപ്പെട്ടതെന്ന് ഒരു സ്റ്റാറ്റിക്സിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കത്തില്ല. പക്ഷേ രാത്രിയിലുണ്ടാകുന്ന അപകടങ്ങളുടെ കുറവിൻ്റെ കണക്കെടുത്താൽ ഒരുപക്ഷെ ആ കണക്കെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ പ്രോഗ്രാം ഇപ്പം നമുക്ക് 1 മാസമായിട്ട് ലിമിറ്റ് ചെയ്യേണ്ടി വരുന്നത് നമ്മളുടെ ഇതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി കൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്നിവിടെ നമ്മൾ ഈ ചുക്ക് കാപ്പി വിതരണം ചെയ്യുന്നതെന്ന് വെച്ചാൽ അപകടം ഉണ്ടാകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡ്രൈവറുടെ ശ്രദ്ധക്കുറവും ഡ്രൈവർ കാണിക്കുന്ന എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകളോ കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തിരുത്തു വരുന്നതിന് വേണ്ടി ഉള്ള ഒരു സംരംഭമാണ് ഈ ചുക്ക് കാപ്പി വിതരണം. കാരണം കണ്ടിന്യൂസായി ഡ്രൈവ് ചെയ്യുകയോ കാലാവസ്ഥ മൂലമോ അല്ലെങ്കിൽ ക്ഷീണം മൂലമോ ഒക്കെ ഡ്രൈവർമാരുടെ ശ്രദ്ധ റോഡിൽ നിന്ന് മാറുകയും അത്തരം സന്ദർഭങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവുകയും അതിപ്പോൾ അല്ലെങ്കിൽ അവർ മറ്റ് എന്തെങ്കിലും ഡ്രഗ് ഉപയോഗിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ഈ ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് അപകടങ്ങളിൽ ഭൂരിപക്ഷവും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഭൂരിപക്ഷ അപകടം ഡ്രൈവർമാർ മൂലം ഉണ്ടാകുന്നതുകൊണ്ട് അവർക്ക് ആ അപകടം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട സംരംഭമാണ് ഈ ചുക്ക് കാപ്പി വിതരണം. അല്ലെങ്കിൽ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്ന് ഈ 10 വർഷമായിട്ടത് സക്സസ്ഫുള്ളായിട്ട് നടപ്പിലാക്കുക എന്ന് പറയുന്നത് സംഘാടകരും അതിൽ വോളണ്ടിയേഴ്സിനുമാണ്. അതിനകത്ത് ഏകദേശം ഇപ്പം ഒരു പൈസയും അല്ലെങ്കിൽ തിരിച്ചൊന്നും നോക്കാതെ അങ്ങോട്ട് കൊടുക്കുന്ന സഹായം എന്ന് പറയുന്നത് വളരെ പുണ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും
പ്രത്യേകിച്ചും വോളണ്ടിയേഴ്സിന് അതിൽ കൂടുതൽ അഭിമാനിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ വോളണ്ടിയേഴ്സിനെ വെച്ച് ഞങ്ങൾ കൂടുതൽ തീർച്ചയായിട്ടും അഭിമാനം കൊള്ളുന്നു. അപ്പം ഇനിയും നല്ല രീതിയിൽ ഈ ട്രാക്കിനും കൂടുതൽ പ്രോജക്റ്റുകളിലേക്ക്, ഇതേപോലുള്ള ജനോപകാരപ്രദമായിട്ടുള്ള പ്രോജക്റ്റുകളിലേക്ക് വരാൻ സാധിക്കട്ടെ. കൂടുതൽ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരട്ടെ, പബ്ലിക്കിന് പ്രയോജനപ്പെടുന്ന. തീർച്ചയായിട്ടും SBയും എക്കാലത്തും ട്രാക്കിൻ്റെ കൂടെ ഉണ്ടാവും. നന്ദി.